ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണേ. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടാലോ? അതിനായിട്ട് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഫസ്റ്റ് ടൈം ആഡ് ചെയ്യുന്നത്. ഇതേപോലെ ചിക്കൻ കറി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് അതൊന്ന് ബ്രൗൺ കളറായി വരണം. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചക്കുത്തൊന്ന് മാറുന്ന സമയത്ത് തന്നെ നമുക്കതിലേക്ക് ഒരു 10-20 കൊച്ചുള്ളി ഒന്ന് ചോപ്പ് ചെയ്തതാണേ. കൊച്ചുള്ളി ചോപ്പ് ചെയ്തതും ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1.5 സവാളയാണേ, അതൊന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ട പൊടികൾ എടുത്തിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികളാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു 1/2 കിലോ ചിക്കൻ നമ്മൾ ഉണ്ടാക്കത്തില്ലേ, അതിൻ്റെ ഒരു മെഷർമെൻ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ പച്ചക്കുത്ത് മാറുന്നതിന് ശേഷം നമ്മളിതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മസാലയൊക്കെ നല്ല പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രത്തോളം ഗ്രേവിയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം നമ്മളിതിലേക്ക് ആഡ് ചെയ്യണേ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും എരിവും ഒക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ കറി റെഡിയാക്കിയിട്ടും ഇതേപോലെ ചിക്കൻ കറി തയ്യാറാക്കിയിട്ടില്ലേ ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇത് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി ഒരു കോംബോ ആണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കണേ. ഫസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണേ. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുവേ. ഇതേപോലെ എണ്ണയൊക്കെ നല്ല പുറമേ തെളിഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്ക് കറി റെഡിയായെന്ന് വിചാരിക്കാം. എന്നാലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം. കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതിയായിരിക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.